അന്നത്തെ ദിവസം മുഴുവൻ ശിവ ആ റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി. രാവിലത്തെ സമ്പത്തിന് ശേഷം ആദ്യം അവളുടെ അടുത്തേക്ക് പോയില്ലായിരുന്നു. വെറുതെ ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ അവൾ എല്ലാവരെയും ഫോണിൽ വിളിച്ച് ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോകാൻ വരെ ദേവകി അവൾ അനുവദിച്ചില്ല. റൂമിലേക്ക് കൊണ്ടുവന്ന് ദേവകി തന്നെയാണ് ശിവയെ ഊട്ടിയത്. ഇത്രയും സ്നേഹനിധിയായ അച്ഛനെയും അമ്മയും കിട്ടിയതിൽ മനസ്സാൽ അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു. മരുന്നിന്റെയും മറ്റും ക്ഷീണം കാരണം ശിവ നേരത്തെ തന്നെ ഉറങ്ങിപ്പോയിരുന്നു. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായതും ആദ്യം അവൾക്കരിയിലേക്ക് വന്നു. ഉറങ്ങുന്ന ശിവയെ തന്നെ നോക്കി ഒരുപാട് സമയം അവനങ്ങനെ ഇരുന്നു. അവന്റെ കൈവിരലുകൾ അവളുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ടിരുന്നു. ഉറങ്ങുമ്പോൾ അവളുടെ മുഖത്ത് കുട്ടികളുടെ നിഷ്കളങ്കതയായിരുന്നു. ഉറങ്ങുമ്പോൾ എന്തൊരു പാവം, പക്ഷെ ആറ്റം ബോംബിന് കദീനയിലുണ്ടായ സാധന. നീ പൊണ്ടാട്ടി, ഇന്നവിടെ സെക്കൻഡ് നൈറ്റ് അല്ലേടി, നിനക്കങ്ങനെ വല്ല വിചാരവും ഉണ്ടോ? അവള് സുഖമായിട്ട് ഉറങ്ങുക. നീ എപ്പോഴാണ് എൻ്റെ സ്നേഹം തിരിച്ചറിയുന്ന പാറു? എപ്പോഴും എന്നെ നെഞ്ചോട് ചേർന്ന് നീ ഉണ്ടായിരുന്നെങ്കിൽ. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയാമോ നിനക്ക് പാറൂസേ? ഐ ലവ് യു പാറു. ശിവയുടെ നെറ്റിയിൽ മൃദുവായി ഉമ്മവെച്ചുകൊണ്ട് ആദി പറഞ്ഞു. വീണ്ടും അല്പസമയം കൂടി അവൾക്കരികിൽ ഇരുന്നതിന് ശേഷം പുതപ്പെടുത്ത് നന്നായി അവളെ പുതപ്പിച്ചു കൊടുത്ത് ആദ്യം അവിടുന്ന് എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം കുറച്ച് വൈകിയാണ് ശിവ എഴുന്നേറ്റത്. അപ്പോഴേക്കും കാലിലെ വേദനയെല്ലാം മാറിയിരുന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഹാ, മോള് എഴുന്നേറ്റോ? വയ്യാത്ത കാലം വെച്ച് മോളെന്തിനാ നടക്കുന്നത്? മോൾക്ക് അമ്മയെ വിളിച്ചാൽ പോരായിരുന്നോ? ശിവയെ കണ്ട ദേവകി ചോദിച്ചു. ഇല്ലമ്മ, ഇപ്പൊ വേദനയൊന്നുമില്ല, വേദനയൊക്കെ മാറി. എന്നാലും നടക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളാം ദേവമോ. ദേവകിയെ കെട്ടിപ്പിടിച്ച് ശിവ പറഞ്ഞു. ഡീ കാന്താരി, നീ ആദ്യം പോലെ തന്നെ വിളി തുടങ്ങിയോ? ശിവയുടെ കവിളിൽ ചെറുതായി നുള്ളിക്കൊണ്ട് ദേവകി പറഞ്ഞു. ഞാൻ ഇഷ്ടം കൂടുമ്പോ അങ്ങനെയൊക്കെ വിളിക്കും, കേട്ടോ ദേവമോ. അതും പറഞ്ഞ് ശിവ സ്റ്റെയർ കേസിലേക്ക് ഓടിക്കയറി. മോളെ പതുക്കെ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ദേവകി ചിരിയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. ശിവ ചെല്ലുമ്പോൾ ആദി സുഖനിദ്രയിലായിരുന്നു. അവനെയൊന്ന് നോക്കി മാറാനുള്ള വസ്ത്രങ്ങൾ എടുത്തവൾ ബാത്റൂമിലേക്ക് കയറി. ശിവ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആദി ഉണർന്നിരുന്നു. കട്ടിലിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നവൻ. ശിവ അവനെയും നോക്കി കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്നു. ആദി പക്ഷേ അവളെ മൈൻഡ് ചെയ്തതേയില്ല. അവൻ ഫോണിൽ തന്നെ നോക്കിയിരുന്നു. അത് കണ്ടതും അവനെ തറപ്പിച്ചു നോക്കി ശിവ പുറത്തേക്ക് പോയി. കാര്യമറിയാതെ ആദി അവൾ പോയ വഴിയെ നോക്കി പകച്ചിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും ശിവ അവനെ മൈൻഡ് ചെയ്തേയില്ല. ആദ്യം അവളെ ശ്രദ്ധ ക്ഷണിക്കാനായി കുറെ നേരം ശ്രമിച്ചെങ്കിലും അവൻ പഠിച്ച സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്നു ആ കാര്യത്തിൽ അവൾ. മോളെ, അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങില്ലേ? അതിനു മുന്നേ മോളുടെ വീട്ടിലൊന്ന് പോകണ്ടേ? ശിവയുടെ കവിളിൽ തലോടിക്കൊണ്ട് ദേവകി ചോദിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു എല്ലാവരും. ശിവ ദേവകിയുടെ മടിയിൽ കിടക്കുകയാണ്. ആദി ദാസിന്റെയും. രവിയും ശ്യാമയും അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് പോകും. അതിനു മുന്നേ രണ്ടുപേരും കൂടി പോയി അവരേക്കൊന്ന് കണ്ടിട്ട് വാ. ദാസും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും നാളെ തന്നെ പോട്ടെ അല്ലേ ദാസേട്ടാ? ദേവകി ചോദിച്ചു. അതെ, ഇനിയും അധികം വൈകിക്കണ്ട, ഞാൻ വിളിച്ചു പറയാം രവിയോട്, ദാസ് പറഞ്ഞു. അത് കേട്ടതും ശിവക്ക് ഒത്തിരി സന്തോഷമായി. അതവളുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു. ആദി ശിവയോട് സംസാരിക്കാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അവൾ അവന് മുഖം കൊടുത്തില്ല. രാത്രിയായപ്പോഴാണ് ആദിക്ക് പിന്നെ ശിവയെ കാണാൻ കഴിഞ്ഞത്. ശിവ, അവളെ കണ്ട ഉടനെ ആദി വിളിച്ചു. പക്ഷേ ശിവ അവന്റെ വിളി കേട്ട ഭാവം നടിച്ചില്ല. അവൾ നാളത്തേക്ക് പോവേണ്ട ഡ്രസ്സ് എടുത്തു വെക്കാൻ തുടങ്ങി. ശിവ പ്ലീസ്, സോറി, താൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക. ശിവ, കാലിന്റെ വേദനയൊക്കെ മാറിയോ? ഒരു രക്ഷയുമില്ലാതെ ആദി ചോദിച്ചു. കടുപ്പിച്ചുള്ളൊരു നോട്ടമായിരുന്നു അവനുള്ള മറുപടി. അത് കണ്ടതും മറ്റൊന്നും പറയാതെ ആദി പോയി സോഫയിൽ കിടന്നു. രാവിലെ തന്നെ ദേവകിയോടും ദാസിനോടും യാത്ര ചോദിച്ച് അവരിറങ്ങി. ദേവകി അവൾ കെട്ടിപ്പിടിച്ച് നെറുകയിൽ മുത്തി. വിഷമിക്കില്ലേ ദേവമേ, ഞങ്ങൾ നാളെ തന്നെ വരില്ലേ? അതുവരെ രണ്ടും കൂടി റൊമാൻസിൽ കൊണ്ട് എൻജോയ് ചെയ്യൂട്ടാ. അവരുടെ കവിളിൽ തിരികെ ഉമ്മ നൽകിക്കൊണ്ട് കുസൃതിയോടെ ശിവ പറഞ്ഞു. പോടി കാന്താരി, അടി കിട്ടും നിനക്ക്. ദേവകിയും ദാസും ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ണിൽ നിറഞ്ഞ ചിരിയോടെ ആദ്യം അവളുടെ പ്രവൃത്തികൾ നോക്കി നിന്നു. ശിവ ഓടിപ്പോയി കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. ശേഷം ദേവകിക്കും ദാസിനും ടാറ്റയും ഫ്ലൈയിങ് കിസും കൊടുത്തു. അവരും സന്തോഷത്തോടെ അവൾക്ക് യാത്ര നൽകി. കാർ എടുത്തതും ശിവ അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു. ആദ്യം പഴയ മെലഡി സോങ്സ് പ്ലേ ചെയ്തു. എല്ലാം ശിവക്കും ഇഷ്ടമുള്ള പാട്ടുകളായിരുന്നു. ഇടക്കൊക്കെ ആദ്യം മൂളി.
അവർ ടൗണിലെത്തിയതും ആദ്യം വണ്ടി ഒരു സൈഡാക്കി. ശിവ അവനെ ചോദ്യഭാവത്തിൽ നോക്കി. ഞാൻ സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം, നീ വരുന്നോ? ആദ്യം അവളോട് ചോദിച്ചു. അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ആദി വരുന്നവരെ ശിവ ഫോണിൽ തോണ്ടിയിരുന്നു. അവൻ വരുന്ന ദൂരെ നിന്ന് കണ്ടപ്പോൾ അവളുടെ നോട്ടം ആദിയുടെ മേലേക്കായി. ആദ്യം അടുത്തെത്തിയതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ഡീസൻ്റായിരുന്നു. പിന്നെയും കുറച്ചു കഴിഞ്ഞാണ് അവർ തറവാട്ടിലെത്തിയത്. എല്ലാവരും അവരെ കാത്തുന്ന പോലെ ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാം കണ്ടതും ശിവ ചാടിയിറങ്ങി. അവളുടെ ചാട്ടം കണ്ടതും ഇതെന്തോ നിന്റെ കുഞ്ഞെന്ന ഭാവത്തിൽ ആദ്യം അവളെ നോക്കി. ശിവ ഓടിപ്പോയി രവിയുടെ നെഞ്ചിലേക്ക് വീണു. രവി അവളെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നു ആദിമോനെ? ശ്യാമ ആദിയോട് ചോദിച്ചു. അതെ ആൻറ്റി, സുഖമായിരുന്നു, ആദി ചിരിയോടെ പറഞ്ഞു. ശ്യാമ വീണ്ടും ആദിയോട് ഓരോ വിശേഷങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. ശിവക്ക് അത് കാണുന്നതോറും വല്ലാത്ത കുശുമ്പ് തോന്നി. പക്ഷേ ആദി എല്ലാവരും സ്നേഹിക്കുന്നത് കാണുമ്പോൾ എവിടേക്കോ ആഹ്ലാദം തോന്നി അവൾക്ക്. കുട്ടിപ്പട്ടാളം വന്ന് അവരിരുവരെയും പൊതിഞ്ഞു. അളിയ സുഖല്ലേ? ആരിഷ് വന്ന് ആദിയോട് ചോദിച്ചു. പിന്നെ പരമസുഖം കുഞ്ഞളിയ. ആദി കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു. വാങ്ങിച്ച സ്വീറ്റ്സ് എല്ലാം ആദി അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അതൊക്കെ കണ്ടതും നാലിൻ്റെയും മുഖം ബൾബ് പോലെ പ്രകാശിച്ചു. ശിവ, ആദിമോന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി റൂമിൽ വെക്ക്. ശ്യാമയുടെ ഓർഡർ കിട്ടിയതും ശിവ ബാഗും തൂക്കി പിടിച്ച് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും ശിവ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കി. കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ആ സമയം കൊണ്ട് തന്നെ ആ മുറി അവൾക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതായി മാറിയിരുന്നു. ശിവ ബാഗ് ഷെൽഫിലേക്ക് വെച്ചു. ഒരു കോതിമോൻ, എല്ലാവർക്കും എന്ത് സ്നേഹാണ് കോതിമോനോട്. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ കോതിമോൻ മാത്രം മതി. എന്റെ വിധി, പറഞ്ഞിട്ടെന്താ കാര്യം? ശിവ അത് പറഞ്ഞു തിരിഞ്ഞതും എല്ലാം കേട്ടു നിൽക്കുന്ന ആദിയാണ് കണ്ടത്. ആദിയെ കണ്ടതും ശിവയുടെ കിളികൾ പാട്ടും പാടിക്കൊണ്ട് കാട്ടാക്കട കടന്ന് നെയ്യാറ്റിൻകര വഴി കന്യാകുമാരിയിലൂടെ അറബിക്കടലിലേക്ക് പോയി. ആദി ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം ശിവയുടെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. മുഖത്ത് നല്ല ഗൗരവമാണ്. ശിവയാണെങ്കിൽ ആദ്യം അടുത്തേക്ക് വരുന്തോറും പേടിയോടെ പുറകോട്ട് നടന്നുകൊണ്ടിരുന്നു. അവസാനം ഭിത്തിയിൽ തട്ടി ചാരിയുന്നപ്പോഴേക്കും അവളാകെ വിയർത്തുപോയിരുന്നു. ആദ്യം അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിന് മുന്നേ ശിവയുടെ അലർച്ച എത്തിയിരുന്നു. ശിവയുടെ കാറിൽ ആദിയുടെ ചെവി തുളച്ച് ഉള്ളിലേക്ക് കയറി. ഇവളെന്താ കാക്കു കുഞ്ഞോ? ആ അലർച്ച കേട്ടതും ആദി സംശയിച്ചു. അവന് തെറ്റു പറയാനൊക്കില്ല, അത്രയും പെർഫെക്റ്റ് ആയിരുന്നു അവളുടെ ശബ്ദം. എന്നെ ഉപദ്രവിക്കാൻ മാത്രം നീ വളർന്നോടാ? ശിവ അവളുടെ കാലിലേക്ക് നോക്കി പറഞ്ഞു. ഇവളിത് ആരോടെ ഈ പറയുന്നത്? മൈ ഗോഡ്, ഇനി ഇവൾക്ക് വല്ല ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ? നിന്ന് നിൽപ്പിൽ ആള് മാറുന്നു. തികച്ചും സ്വാഭാവികമായ സംശയമായിരുന്നു ആദിയുടേത്. ശിവ അവളുടെ കാലിൽ കടിച്ചു പിടിച്ച് ഉറുമ്പിനെ വലിച്ചെടുത്ത് നിലത്തേക്കിട്ട് കാലുകൊണ്ട് തന്നെ ഞെരിച്ചമർത്തി. ശേഷം വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. വിഷണ്ണനായി ആദി അവൾ പോയ വഴിയെ നോക്കി നിന്നു. ശിവ മോളെ, വൈകുന്നേരം ആദിമോനെയും കൂട്ടി രണ്ടുപേരും ഒന്ന് ക്ഷേത്രം വരെ പോകണം. നിങ്ങളുടെ പേരിൽ ഞാൻ കുറച്ച് വഴിപാടുകൾ നേർന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കഴിപ്പിക്കണം. ഉമ്മർത്തിരുന്ന ശിവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ശ്യാമ പറഞ്ഞു. ശരി അമ്മേ, ഞങ്ങൾ പൊക്കോളാം. സമ്മതിച്ചില്ലെങ്കിൽ വിവാഹം കഴിഞ്ഞെന്നൊന്നും ശ്യാമ ഓർക്കില്ലായിരുന്നു. അടി നടുമ്പുറത്തിന് കിട്ടുമെന്ന് ശിവക്കറിയാം. അതുകൊണ്ട് തന്നെ ശിവ ഒരു മുടക്കവും പറയാതെ പെട്ടെന്ന് തന്നെ സമ്മതിച്ചു കൊടുത്തു. ദീപയും യമുനയും കൂടിയാണ് ശിവയെ അമ്പലത്തിലേക്ക് പോകാൻ ഒരുക്കിയത്. മെറൂൺ കളറിൽ സിമ്പിൾ വർക്ക് ചെയ്ത ബ്ലൗസിനോടൊപ്പം മെറൂൺ കരയുള്ള സെറ്റും മുണ്ടുമായിരുന്നു അവളുടെ വേഷം. നനഞ്ഞ മുടിയായതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് ക്ലിപ്പിട്ട് കൊടുത്തു. കഴുത്തിൽ ആദ്യ അണിച്ച താലി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇരു കൈകളിലും ഓരോ വളകൾ വീതം. നെറ്റിയിൽ ഒരു ചുവപ്പ് പൊട്ട്, നെറുകയിൽ സിന്ദൂരം. എല്ലാം കൂടിയായപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവളെ കാണാൻ. ചെറിയമ്മമാരോടൊപ്പം ഇറങ്ങി വരുന്ന ശിവയെ കണ്ടതും നേരത്തെ ശിവയുടെ കിളികൾ പോയ അതേ വഴിയിലൂടെ ആദിയുടെ കിളികളും പറന്നു. മെറൂൺ കളർ ഷർട്ടും മുണ്ടുമായിരുന്നു ആദിയുടെ വേഷം. ആ വേഷത്തിൽ അവനും പൊളിയായിരുന്നു. മോനെ, രവി വന്ന് ആദിയെ തട്ടി വിളിച്ചു. ആ അങ്കിൾ, ആദി ഞെട്ടലോട് ചോദിച്ചു. മോൻ എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? ദീപാരാധനക്കുള്ള സമയമായി, ഇനിയും ലേറ്റാക്കാതെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരണ്ടാളും. ആദിയുടെ പുറത്തെട്ടിക്കൊണ്ട് രവി പറഞ്ഞു. ആ ശരി അങ്കിൾ. രവിയെ നോക്കി മറുപടി നൽകിക്കൊണ്ട് ആദി പുറത്തേക്ക് പോയി. പിന്നാലെ ശിവയും. ആദി മുന്നിലായാണ് നടന്നത്, ശിവ പുറകെയും. ആ വേഷത്തിൽ അവൾക്ക് സ്പീഡിൽ നടക്കാൻ വല്ലാത്ത പ്രയാസം തോന്നി. പാടത്തു നിന്നും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കാറ്റേറ്റ് നടന്നപ്പോൾ ശിവക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. പുറകിൽ നിന്നും ശിവയുടെ അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് ആദ്യം പെട്ടെന്ന് നടത്തു നിർത്തി തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ സാരി പൊക്കി പിടിച്ച് മെല്ലെ നടന്നു വരികയാണ് ശിവ. ഓരോന്ന് പിറുവിറുക്കുന്നുമുണ്ട്. അവളുടെ ആ നടത്തം കണ്ടതും ആദിക്ക് ചിരി വന്നു. അവൻ അവളെ നോക്കി ഇളിച്ചു കാട്ടി. അത് കണ്ടതും ശിവ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അതും കൂടി കണ്ടതോടെ നേരത്തെയുള്ള ഇളി പൊട്ടിച്ചിരിയായി മാറി. ഡോ, ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഇവിടെ ആരെങ്കിലും തുണിയെടുക്കാൻ നിൽക്കുന്നുണ്ടോ? ശിവ കലിപ്പിൽ ചോദിച്ചു. ഇപ്പൊ നിൽക്കുന്നില്ല, വേണമെങ്കിൽ നിർത്താം, ആദ്യം ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അയ്യേ, അശ്ലീലം പറയുന്നു, വൃത്തികെട്ടവൻ. താങ്ക് യു.
ശിവ അവനെയും കടന്ന് മുന്നിൽ നടന്നു. ശ്രീകോവിലിന് മുന്നിൽ ശിവയോടൊപ്പം പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ആദിയുടെ മനം സന്തോഷത്താൽ തുടികൊട്ടി. ഭഗവാനെ, ഞങ്ങൾക്കിടയിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പാറു എന്നെ സ്നേഹിക്കുന്ന ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നു. ആ ദിവസം വിദൂരമാവരുതേ. ആദി ഉള്ളുനൊന്ന് പ്രാർത്ഥിച്ചു. എന്റെ കൃഷ്ണ, ഒരിക്കൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ താലിയും കഴുത്തിലണിഞ്ഞ് ആദിയേട്ടനോടൊപ്പം ഒരുമിച്ചിങ്ങനെ അങ്ങയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ. പക്ഷേ ചില കാരണങ്ങൾ കാരണം എനിക്കെപ്പോഴും ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എനിക്കറിയില്ല ഞാൻ എന്ത് വേണമെന്ന്. അങ്ങ് തന്നെ എന്തെങ്കിലും വഴി കാണിച്ചതാ ഭഗവാനെ. ശിവയും ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞതും രണ്ടുപേരും പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി. അവരെ കണ്ടതും നിരവധി പേർ അവരുടെ വിശേഷം തിരക്കാനെത്തി. അവരോടെല്ലാം നല്ല രീതിയിൽ തന്നെ ശിവയും ആദ്യം സംസാരിച്ചു. എല്ലാം കഴിയുമ്പോഴേക്കും നേരെ ഒത്തിരി വൈകിയിരുന്നു. രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞതും കുറച്ച് സമയം എല്ലാവരും സംസാരിച്ചിരുന്നു. എന്നാ പിന്നെ മക്കള് പോയി കിടന്നു, ലേറ്റാക്കണ്ട. രവി ശിവയെയും ആദിയെ നോക്കി പറഞ്ഞു. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ആദി രവിയെ വിഷ് ചെയ്തു. ഗുഡ് നൈറ്റ് മോനെ, രവിയും തിരികെ പറഞ്ഞു. ആദി റൂമിലെത്തിന് തൊട്ടു പിന്നാലെ ശിവയും വന്നു. ആദി ഒന്ന് ചുറ്റും നോക്കി. നിങ്ങൾ എന്താ കിടക്കുന്നില്ലേ? ആദിയുടെ നിൽപ്പ് കണ്ടതും ശിവ ചോദിച്ചു. അല്ല, എവിടെ കിടക്കും? ആദിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ശിവക്കും കത്തിയത്. ആദിയുടെ വീട്ടിലെ പോലെ ഇവിടെയുള്ള റൂമിൽ സോഫ സെറ്റൊന്നുമില്ല. ആകെയുള്ളത് ഒരു കട്ടില് മാത്രമാണ്. നിങ്ങൾ എവിടെ കിടന്നോ? ഞാൻ നിലത്ത് കിടന്നോളാം. ശിവ അവനെ നോക്കി പറഞ്ഞു. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ കിടന്നോളാം നിലത്ത്. താനിവിടെ കിടന്നോ? അതൊന്നും ശരിയാവില്ല, ഞാൻ കിടന്നോളാം. നിലത്ത് കിടക്കുന്നില്ല, എനിക്ക് കുഴപ്പമില്ല. ആദി വീണ്ടും പറഞ്ഞു. അത് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആദി പറയുന്ന എതിർത്തുകൊണ്ട് ശിവ പറഞ്ഞു. അല്ലെ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, താനിവിടെ കിടന്നോ. ആദി ബെഡ് ചൂണ്ടിക്കാട്ടി പറഞ്ഞു. അയ്യടെ മനമേ, ഇയാളുടെ പൂതി കൊള്ളാലോ. യോ, കേറി പിടിക്കാൻ പറ്റിയ സാധനം. ഒരു സഹായം ചെയ്യാന്ന് വെച്ച് ചോദിച്ചാ വേണേ മതി. ഇനി നിലത്ത് കിടന്ന് രാവിലത്തെ പോലെ വല്ല ഉറുമ്പും കടിച്ചിട്ട് കാറിക്കൂപ്പി എന്റെ ഉറക്കം കളയരുത്. അറിഞ്ഞില്ലെന്ന് വേണ്ട. ആദിയുടെ ആ ഭീഷണി ശരിക്കും ഏറ്റു. അയ്യോ, ഇനി ഇയാള് പറഞ്ഞ പോലെ ഉറുമ്പങ്കം കടിച്ചാലോ? ശിവ, വേണ്ട മോളെ, വെറുതെ റിസ്ക് എടുക്കണ്ട. ശിവ ആത്മഗതിച്ചു. ശിവ വേഗം കട്ടിലിന്റെ ഒരു സൈഡിൽ കയറിയിരുന്നു. അത് കണ്ടതും ആദി ഒരു ചിരിയോടെ മറുവശത്ത് വന്നിരുന്നു. ശിവ അവർക്കിടയിലേക്ക് തലയിണ കൊണ്ടുവന്ന് വെച്ചു. ഇതെന്താ ചൈന വന്മതിലോ? അല്ല, കുത്തബ് മിനാർ. ഇയാൾക്ക് എന്തൊക്കെ അറിയണം? ഓ, അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? രാത്രി ബോധമില്ലാതെ എന്നെ വല്ലൊന്നും ചെയ്യുമെന്ന് പേടിച്ചിട്ട് ശിവയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ആദി പറഞ്ഞു. ഡോ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തന്റെ കൂടെയല്ലേ കിടക്കുന്നത്, അതാണ് എന്റെ പേടി. ഈ തലേണ രാവിലെ ഇങ്ങനെ തന്നെ ഉണ്ടാകണം. എന്തേലും മാറ്റം വന്നാലുണ്ടല്ലോ തന്നെ ഞാൻ ശരിയാക്കും, നോക്കിക്കോ. ഓ, എനിക്ക് നല്ല കൺട്രോളാ, നിന്നെ പോലെയല്ല. അത് കേട്ടതും ശിവക്ക് വീണ്ടും ചൊറിഞ്ഞു കയറിയെങ്കിലും അവൾ മിണ്ടാതെ തിരിഞ്ഞു കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് ആദ്യം കിടന്നു. ആദിയുടെ മിഴികൾ ഒരു വേള അവളിൽ തങ്ങി നിന്നു. അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അവന്റെ ഹൃദയം ശടിച്ചു. അരികിൽ നിന്നവളെ ഒറ്റ വരിക്ക് മടിയിലേക്ക് ഇട്ടിരുന്നു. അമ്പരപ്പ് വിട്ടുമാറി പിടഞ്ഞെഴുന്നേൽക്കുന്നവളെ അതിൽ നിന്നും തടഞ്ഞുകൊണ്ട് അവളുടെ മൃദുവാർന്ന ഇളറോസ് നിറമുള്ള നനവാർന്ന ചുണ്ടുകളിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു. അവളുടെ മാൻമിഴികൾ അല്പം വികസിച്ചു. അപ്പോഴേക്കും ആദി ആ നനവൂർന്ന ഇളം റോസ് നിറമുള്ള കീഴ്ചുണ്ടിനെ കടിച്ചു വരിച്ചുകൊണ്ട് നുണഞ്ഞു തുടങ്ങിയിരുന്നു. മിഴിഞ്ഞു വന്ന മിഴികൾ അവന്റെ ചുംബന ചൂടിൽ കൂമ്പി അടഞ്ഞു. ഒന്ന് കുതിരാൻ ശ്രമിച്ചവൾ ഇടുപ്പിലൂടെ കൈകൾ കടത്തി നഗ്നമായ അവളുടെ ഇടുപ്പിൽ കൈകൾ മുറുക്കിക്കൊണ്ടവൻ തടഞ്ഞു. അപ്പോഴേക്കും ആദി അവളുടെ കീഴ്ചുണ്ടിനെ അമർത്തി കടിച്ച് നുണഞ്ഞെടുത്തിരുന്നു. പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ അവന്റെ പിൻതലയിൽ പിടുത്തമിട്ടിരുന്നു. ഭ്രാന്തമായ ആവേശത്തോടെ അവളുടെ കീഴ്ചുണ്ടിനെ വേദനിപ്പിച്ചുകൊണ്ടവൻ നുണഞ്ഞെടുത്തു. ഒരു സീൽക്കാരത്തോടെ അവളൊന്നുയർന്നു പൊങ്ങി അവന്റെ മുടിയിഴകളെ അമർത്തി ഞെരിച്ചു. കീഴ്ചുണ്ടിനെ അവൻ വേദനിപ്പിച്ചുകൊണ്ട് താലോലിക്കുമ്പോൾ അവന്റെ മേൽചുണ്ടിനെ സ്വീകരിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇരുവരും ആവേശത്തോടെ, ആസക്തിയോടെ, പ്രണയത്തോടെ, സ്നേഹത്തോടെ, കാമത്തോടെ ചുംബിച്ചു. അവരുടെ ആദ്യ ചുംബനത്തിന് മാറ്റേകാൻ എന്ന പോലെ അവരിലേക്ക് മഴ ആർത്തലച്ച് പെയ്തിറങ്ങി. ചുണ്ടുകൾ കടന്ന് നാവുകൾ തമ്മിൽ സംഘട്ടനം നടത്തി. നാവുകൾ നാഗങ്ങളെപ്പോലെ ചുറ്റിപ്പിണഞ്ഞു. അവളിലൂടെ അവൻ്റെ കൈകൾ എന്തിനോ വേണ്ടി പരതി നടന്നു. ഇരുവരുടെയും ഉള്ളിൽ പ്രണയം എന്ന വികാരം വേലികൾ തകർത്തെറിഞ്ഞിരുന്നു. സ്വയം മറന്നുകൊണ്ട് ഇരുവരും ആവോളം ആ ചുംബനം ആസ്വദിച്ചു. ഒടുവിൽ ശ്വാസം വിലങ്ങുമെന്ന് തോന്നിയതും ഒരിക്കൽ കൂടി അവളുടെ ചുണ്ടിനെ അമർത്തി നുണഞ്ഞുകൊണ്ട് അവയെ സ്വതന്ത്രമാക്കി. ശിവ പെട്ടെന്ന് ഞെട്ടിയെഴുന്നേറ്റു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നെന്ന്. കണ്ണു തുറന്നു നോക്കിയ ശിവ ആ കാഴ്ച കണ്ട് വിജൃംഭിച്ച് നിന്നു.
ശിവ അതിർത്തി കിടന്നിപ്പോൾ ആദിയുടെ നെഞ്ചിലാണ് കിടക്കുന്നത്. ഒരു കൈ കൊണ്ട് ആദി അവളെ പൊതിഞ്ഞ് പിടിച്ചിട്ടുമുണ്ട്. എന്റെ ഭാഗ്യം, കോതിമോൻ ഉറങ്ങുവാണ്. ഇതെങ്ങാനും കണ്ടിരുന്ന പിന്നെ ഞാൻ ജീവിച്ചെന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പൊ ചൊറിയും ചേമ്പന്റെ സ്വഭാവം എന്നേർക്ക്. അയ്യോ ശിവ, നീ ഇങ്ങനെ ഇവിടെ കഥ പറഞ്ഞിരിക്കുവാണോ? ഈ മുതൽ എഴുന്നേൽക്കുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ശിവ ആത്മയടിച്ചു. അവൾ മെല്ലെ ആദിയുടെ കൈയെടുത്ത് മാറ്റാൻ നോക്കി. ഹോ, ഉടുമ്പ് പിടിക്കുവോ ഇതുപോലെ? എന്താണോ ഇതിന് മാത്രം ഇതിനകത്തൊക്കെ ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുന്നത്? ഞാൻ കഴിക്കുന്നുണ്ടല്ലോ 6 നേരം, എന്നിട്ട് അതൊക്കെ എവിടെ പോകുന്നു? ഒരു കൈ മാറ്റാനുള്ള ശക്തി പോലും ഇല്ലേ ഭഗവാനെ എനിക്ക്. പാവം കൊച്ചിന് വിഷമായി. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘമാം കൈകൾ എന്നല്ലേ ഏതോ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. സോ ട്രൈ ചെയ്യൂ ശിവ. യു ക്യാൻ, യു ക്യാൻ. അവൾ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ശിവ വീണ്ടും ആദിയുടെ കൈകൾ എടുത്തു മാറ്റാൻ വല്ലാതെ പരിശ്രമിച്ചു. ആ പരിശ്രമത്തിന്റെ ഭാഗമായി കൈകൾ മാറിയില്ല. പകരം ആ കൈയുടെ ഉടമ ഉണർന്നു. ശിവനെ, പെട്ട് കോതിമോൻ ഉണർന്നല്ലോ. ആകെ ചമ്മി നാറി.